ഫ്രിഡ്ജ് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ ഐസ് വല്ലാണ്ട് കട്ടപിടിക്കുന്ന സംഭവമുണ്ട്. നമ്മളിപ്പോൾ ആ സംഭവം ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഇല്ല. അപ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നുണ്ട്. ആദ്യം നമ്മുടെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇപ്പം രണ്ട് സംഭവമായിട്ട് മെയിനായിട്ട് വരുന്നത്. ഒന്ന് നേഴ്സറി ഓൾറെഡി എന്താ പറയുക, ഫ്രിഡ്ജിൽ നല്ല ഐസിങ് കട്ട പിടിച്ചിട്ടുണ്ടാവും. ഓൾറെഡി ഉള്ളത് പറയുന്നത് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഫസ്റ്റ് പറയാം. അതുപോലെ അത് കാലാകാലം കട്ട പിടിക്കാതിരിക്കാനുള്ള ടിപ്സും പറഞ്ഞു. നമ്മുടെ വീട്ടിലുള്ള സാധനം സിമ്പിൾ ട്രിക്കാണ്. മാത്രമല്ല പിന്നെ അതിന്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ കട്ട പിടിച്ചു കൊടുക്കുമ്പോൾ എന്താ പറയുക, കറണ്ട് ഒരുപാട് പോകുന്ന പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് അറിയാം. പിന്നെ ചില സാധനം വെച്ചാൽ ഓവർ കട്ടായിട്ട് ടേസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് സംഭവം ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ഈ ഫ്രിഡ്ജിൽ ഓൾറെഡി കട്ട ഓൾറെഡി ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് മാറ്റാനുള്ള പരിപാടി എല്ലാവർക്കും അറിയാം, ഒഴിവാക്കല്ല അറിയാം. അതായത് മറ്റേ തോർത്ത് വെള്ളത്തിൽ നോക്കിയിട്ട് പൊടിയുപ്പ് ഇട്ടിട്ട് നമ്മളെ ഫ്രീസറിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഫുള്ള് കട്ട ഐസ് ഉണ്ടെങ്കിൽ തോർത്ത് മറ്റേ ഉപ്പിട്ട് മുക്കിയിട്ട് ഫുള്ള് ഇങ്ങനെ ഓഫാക്കിയിട്ടാക്കണേ. ഓഫാക്കിയിട്ട് മൊത്തം തുടച്ചിടുക, ഉപ്പ് മൊത്തം സെറ്റാക്കുക, പിടിപ്പിക്കുക. എന്നിട്ട് 10 കഴിഞ്ഞാൽ അത് തനിയെ എല്ലാം അടർന്നു പോകും. പിന്നെ അതൊന്ന് വരച്ചാടിയാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത കാര്യമായിട്ടുള്ള ഐസിൽ ഈ പറയുന്ന ഐസ് കട്ട ഓവറിലാണൊക്കെ വേണ്ടി ചെയ്യുന്ന സംഭവം കാണിച്ചത്. വളരെ സിമ്പിളായ സംഭവമാണ്. നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സാധനം എന്തെല്ലാം കാണിച്ചത് നമുക്ക് അതിന് വേണ്ട വെച്ചാൽ ഒരു ചരട്ട. ഓക്കെ, പിന്നെ വേണ്ട വെച്ചാൽ ഉരുളക്കിഴങ്ങില്ലേ, ഓക്കെ, അത് പകുതി മതി കേട്ടോ. ഇതേപോലെ പകുതി ആക്കിയിട്ട് ഒരു 4 കഷ്ണാക്കാൻ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നാല് ഇങ്ങനെ ഇതേപോലെ കഷ്ണാക്കിയിട്ട് ഇതിങ്ങനെ ഇതിൽ വെക്കാൻ. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഉപ്പ് പൊടിയില്ലേ, പൊടി ഉപ്പാണ്. ഇതിങ്ങനെ കഞ്ച ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ബദറി കൊടുക്കുക. ഓക്കെ, അടുത്തത് വെളിച്ചെണ്ണ. ഓക്കെ, ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ആഡ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളായ സംഭവമാണ്. വെളിച്ചെണ്ണ, ഉരുളക്കിഴങ്ങ്, ഉപ്പ് പൊടി, ഇത് 3 ഐറ്റം നമ്മൾ എന്താക്കാൻ ഇത് കാണിച്ചത്. ഇത് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കേണ്ടി കാണിച്ചത്. ബാക്കിയ സംഭവം ഫ്രിഡ്ജിൻ്റെ മൂലക്ക് ഇതിങ്ങനെ വെച്ചുകൊടുത്താൽ മതി. സൈഡിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇങ്ങനെ വെച്ചുകൊടുത്തേ കണ്ടല്ലോ. പിന്നെ എന്താ പറയുക, ഐസ് കട്ടപിടിക്കുന്ന സംഭവം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നത്.